ഹായ് ഗായ്സ്, വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിന്റെ പേര് എന്താണ്? ത്രൂ ദ സാൻഡി എക്സ്പാൻസ് അല്ലെ. അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് അത്യാവശ്യം ഈ ഭാഗത്ത് നിന്ന് ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോ എക്സാമില് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ആദ്യം തന്നെ പറയുന്നത് ഡെസേർട്ട് എന്താണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഡെസേർട്ടുകളെ പറ്റിയാണ് അല്ലെ. അത് ഡെസേർട്ടിന്റെ ഫീച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഡെസേർട്ട് നമ്മൾ ആദ്യം ഒരു ബോധം നമുക്ക് വേണം. എന്താണ് ഡെസേർട്ട് എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് 25 സെന്റിമീറ്ററിനെക്കാളും മഴ കുറവുള്ള പ്രദേശം. ഓക്കെ, 25 സെന്റിമീറ്ററിനെക്കാളും മഴ കുറവ് ലഭിക്കുന്ന പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. എന്താണ് ഡെസേർട്ട് എന്ന് പറഞ്ഞാല് ഡെസേർട്ട്സ് ആർ ജനറലി ദ പ്ലേസ് ദാറ്റ് റിസീവ് ആൻ annual rainfall of less than 25 centimeter. 25 സെന്റിമീറ്ററിനെക്കാളും കുറവ്. ഓക്കെ, 25 സെന്റിമീറ്ററിനെക്കാളും കുറവ് മഴ ലഭിക്കുവാണെങ്കിൽ ആ പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ഡെസേർട്ട് എന്ന് പറയുന്നത്. ഈ ഡെസേർട്ട് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന്, ഡെസേർട്ടം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് എടുത്തതാണ്. അതിന്റെ അർത്ഥം വന്നിട്ട് എന്താണ്? അബാൻഡൻഡ് പ്ലേസ് എന്നാണ് അർത്ഥം. അതായത് ഒഴിഞ്ഞ പ്രദേശം. ഡെസേർട്ടിനെ പറ്റി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ഈ പോയിന്റ് കേട്ടോ. ഡെസേർട്ട് എന്ന് പറഞ്ഞ വാചകം ഒരു ലാറ്റിൻ പദമായ ഡെസേർട്ടം എന്നതിൽ നിന്ന് എടുത്തതാണ്. അതിന്റെ അർത്ഥം എന്താണ്? അബാൻഡൻഡ് പ്ലേസ് എന്നാണ്, ഒഴിഞ്ഞ പ്രദേശം എന്നാണ്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 25 സെന്റിമീറ്ററിനെക്കാളും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു ലാറ്റിൻ പദമായ ഡെസേർട്ടം എന്നതിൽ നിന്ന് എടുത്തതാണ്. അതിന്റെ അർത്ഥം എന്താണ്? അബാൻഡൻഡ് പ്ലേസ് അല്ലെങ്കിൽ ഒഴിഞ്ഞ പ്രദേശം എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി രണ്ട് ടൈപ്പാണ് നമ്മൾ ഡെസേർട്ടിനെ പറ്റി പറയുന്നത്. രണ്ട് ടൈപ്പ് കേട്ടോ. അതില് ഒന്നാമത് കോൾഡ് ഡെസേർട്ട് ആണ്, രണ്ടാമത്തെ ഇതാണ് ഹോട്ട് ഡെസേർട്ട് ആണ്. അപ്പൊ ഡെസേർട്ടിന് രണ്ട് ടൈപ്സ് പറയുന്നുണ്ട്. ഒന്നാമത്തെ ടൈപ്പിന്റെ പേരെന്താണ്? കോൾഡ് ഡെസേർട്ട്. രണ്ടാമത്തെ ടൈപ്പിന്റെ പേരെന്താണ്? ഹോട്ട് ഡെസേർട്ട് എന്നാണ് കേട്ടോ. ഇനി കോൾഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. ഓക്കെ, പേരിൽ തന്നെ അതിന്റെ ആൻസർ വരുന്നുണ്ട്. കോൾഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും? അവിടെ പെർമനന്റ് സ്നോ കവർ ആയിരിക്കും. അതായത് എപ്പോഴും ഭയങ്കര തണുപ്പായിരിക്കും. ഓക്കെ, കോൾഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞേക്കണത്? അവിടെ എപ്പോഴും നമുക്ക് എന്തായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക, എന്തായിരിക്കും അനുഭവിക്കാം? എപ്പോഴും ഭയങ്കര തണുപ്പായിരിക്കും. എന്താ ഹോട്ട് ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ഡിഗ്രി 30 ഡിഗ്രി എന്തായിരിക്കും? 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലൊക്കെ എന്ത് ഫൗണ്ട് ചെയ്യും? എറൈഡ് പ്ലേസ് ആയിരിക്കും, ഭയങ്കര വരണ്ട പ്രദേശമായിരിക്കും. എത്ര ഡിഗ്രിയിലാണ് പറഞ്ഞേക്കണത്? 15 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലൊക്കെ എന്താ ഫൗണ്ട് ചെയ്യണത്? ഒരു എറൈഡ് കണ്ടീഷൻ ആയിരിക്കും, ഭയങ്കര വരണ്ട പ്രദേശമായിരിക്കും. ടൈപ്സ് ഓഫ് ഡെസേർട്ടില് രണ്ടെണ്ണം പറഞ്ഞു. ഒന്നാമത്തെ ഇതാണ് കോൾഡ് ഡെസേർട്ട്, രണ്ടാമത്തെ ഇതാണ് ഹോട്ട് ഡെസേർട്ട് ആണ്. കോൾഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് അവിടെ സ്നോ ആയിരിക്കും, എക്സ്ട്രീം ആയിട്ടുള്ള തണുപ്പായിരിക്കും. ആ പേരിൽ തന്നെ ആൻസർ പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ഹോട്ട് ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 30 ഡിഗ്രിയും അതുപോലെ തന്നെ 15 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലും എന്തായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യണത്? എറൈഡ് കണ്ടീഷൻ ആയിരിക്കും, വരണ്ട പ്രദേശമായിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഥാർ ഡെസേർട്ട് അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്. നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും ഹോട്ട് ഡെസേർട്ട് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഥാർ ഡെസേർട്ട് ആണ്. ഇന്ത്യയിലെ ഹോട്ട് ഡെസേർട്ടിന് അറിയപ്പെടുന്നത് ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഥാർ ഡെസേർട്ട് അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ആണ് കേട്ടോ. ഈ ഥാർ ഡെസേർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റേൺ വശത്താണ്. അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുമ്പോൾ ഈ ഭാഗം അല്ലെ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ നോർത്ത് വെസ്റ്റ് വശത്തായിട്ടാണ് എന്ത് സിറ്റുവേറ്റ് ചെയ്യണത്? ഥാർ ഡെസേർട്ട് സിറ്റുവേറ്റ് ചെയ്യണത്. ഇതിന്റെ എത്രയാണ്? ഇതിന്റെ ഏരിയ വരുന്നത് എത്രയാണ്? 2 lakh സ്ക്വയർ കിലോമീറ്ററോളം ഏരിയ വരുന്നുണ്ട്. എത്രയാണ് ഏരിയ വരുന്നത്? 2 lakh സ്ക്വയർ കിലോമീറ്ററോളം ഏരിയ വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ 2 lakh സ്ക്വയർ കിലോമീറ്ററോളം ഏരിയ വരുന്നുണ്ട്. എന്നിരുന്നാലും 2 ഭാഗത്തോളം ഈ ഏരിയ എവിടെയാണ് വരുന്നത്? രാജസ്ഥാനിലാണ്. 3 ഭാഗം എടുക്കണമെങ്കിൽ 2 ഭാഗത്തോളം എവിടെ വരുന്നുണ്ട്? രാജസ്ഥാനിലാണ് ഈ ഡെസേർട്ട് കാണപ്പെടുന്നത്. ബാക്കി ഭാഗം വരുന്നത് ഏതൊക്കെ സ്ഥലത്താണ്? ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്. ഏതൊക്കെയാണ്? ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, പാകിസ്ഥാൻ ഭാഗത്തായിട്ട് കാണാം. എന്തൊക്കെ പറഞ്ഞു? ഥാർ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഹോട്ട് ഡെസേർട്ട് ആണെന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ നോർത്ത് വെസ്റ്റേൺ വശത്താണെന്ന് പറഞ്ഞു. ഏരിയ വന്നിട്ട് എത്രയാണ്?
2 lakh സ്ക്വയർ കിലോമീറ്ററോളം ഏരിയ കവർ ചെയ്യുന്നുണ്ട്. അതില് 2 ഭാഗത്തോളം വരുന്നത് എവിടെയാണെന്നാ പറഞ്ഞേ? രാജസ്ഥാനിലാണ്. പിന്നെ പറഞ്ഞത് ഏതൊക്കെ സ്ഥലങ്ങളാണ്? ഗുജറാത്തിൽ വരുന്നുണ്ട് ബാക്കി പോർഷൻ, ഹരിയാനയിൽ വരുന്നുണ്ട്, പഞ്ചാബിൽ വരുന്നുണ്ട്, പാകിസ്ഥാനിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. എന്താണ്? ദാർ ഡെസേർട്ടിന്റെ നാച്ചുറൽ ബൗണ്ടറീസ്. ബൗണ്ടറീസ് എന്ന് പറയുന്നത് 4 സൈഡും അതിന്റെ അതിരുകൾ പറയുന്നുണ്ട്. അതില് ഒന്നാമത്തെ ഭാഗം നോർത്ത് വെസ്റ്റ് ആണ് പറയുന്നത് കേട്ടാ. നോർത്ത് വെസ്റ്റ് ആണെങ്കിൽ അവിടെ കാണുന്ന എന്താണ്? സത്ലജ് റിവറിന്റെ ബേസിനാണ്. ഏത് റിവറിന്റെ തീരാണ് പറഞ്ഞേക്കുന്നത്? സത്ലജ് റിവർ ആണ് നോർത്ത് വെസ്റ്റ് ആണെങ്കിൽ കേട്ടാ. സിമ്പിൾ ആയിട്ട് പഠിക്കാം. നോർത്ത് വെസ്റ്റ് ആണെങ്കിൽ സത്ലജ് റിവർ. അപ്പൊ നോർത്ത് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള സൗത്ത് ആണ്. അപ്പൊ അത് പറയാം. സൗത്തിൽ വരുന്ന ബൗണ്ടറി ഏതാണ്? റാൻ ഓഫ് കച്ച് ആണ്. സൗത്തിൽ വരുന്ന ഏതാണ്? റാൻ ഓഫ് കച്ച് ആണ്. ഇനി നമുക്ക് എന്ത് പറയാം? വെസ്റ്റ് പറയാം. വെസ്റ്റിലും ഒരു റിവർ ബേസ്ഡ് ആണ് വരുന്നത്. ഏത് റിവർ ആണ്? ഇൻഡസ് റിവർ ബേസ്ഡ് ആണ്. വെസ്റ്റിൽ വരുന്ന ഏതാണ്? ഇൻഡസ് റിവർ ബേസ്ഡ് ആണ്. ഈസ്റ്റിൽ വരുന്ന ഏതാണ്? ആരവല്ലി മൗണ്ടെയിൻ ആണ്. ഈസ്റ്റിൽ ഏതാണ് വരുന്നത്? ആരവല്ലി മൗണ്ടെയിൻ. അപ്പൊ ഈ 4 ബൗണ്ടറീസ് പഠിച്ചു വെക്കണം. നോർത്ത് വെസ്റ്റ് ആണെങ്കിൽ അവിടെ വരുന്ന റിവർ ഏതാണ്? സത്ലജ് റിവർ ആണ്. സൗത്ത് ആണെങ്കിൽ റാൻ ഓഫ് കച്ച് ആണ്. വീണ്ടും വെസ്റ്റ് വരുമ്പോ വീണ്ടും ഒരു റിവർ വരുന്നുണ്ട്. ഏതാണ് റിവർ? ഇൻഡസ് റിവർ ബേസിൻ വരുന്നുണ്ട്. ഈസ്റ്റ് ആകുമ്പോൾ വരുന്ന മൗണ്ടെയിൻ ഏതാണ്? ആരവല്ലി മൗണ്ടെയിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഈ ഒരു ദാർ ഡെസേർട്ട് ഫോം ചെയ്യാനുള്ള കാരണം? എന്താണ്? ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടീഷൻ ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദി ദാർ ഡെസേർട്ട്. ടെക്സ്റ്റ് ബുക്കിൽ വലിയ പാരഗ്രാഫ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ പാരഗ്രാഫിനെ ഷോർട്ട് ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് ദാർ ഡെസേർട്ട് ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഡെസേർട്ട് ഫോം ചെയ്യാൻ കാരണം? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞേക്കണത്? നമുക്കറിയാം രാജസ്ഥാൻ റീജിയനിൽ എന്ത് കുറവാണ്? വർഷം മുഴുവനും മഴ ഭയങ്കര കുറവാണ് അല്ലെ. വർഷം മുഴുവനും മഴ അധികം ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവിടെ മഴ ലഭിക്കാത്തത്? നമ്മൾ 2ാമത്തെ ചാപ്റ്ററിലൊക്കെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 മൺസൂൺ കാരണമാണ് നമുക്ക് മഴ കിട്ടുന്നത്. 2 മൺസൂൺ കാരണം. നമ്മുടെ ഇന്ത്യയിലായാലും 2 മൺസൂൺ കാരണമാണ് മഴ കിട്ടുന്നത്. ഏത് മൺസൂൺ ഒക്കെയാണ്? ഒന്ന് സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഒന്നാമത്തെ മൺസൂൺ ഏതാണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ. 2ാമത്തെ മൺസൂൺ ഏതാണ്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ. ഈ 2 മൺസൂൺ കാരണമാണ് നമുക്ക് മഴ കിട്ടുന്നത് അല്ലെ. ഈ മൺസൂൺ സൗത്ത് വെസ്റ്റ് മൺസൂൺ എൻറ്റർ ചെയ്യുമ്പോൾ 2 ബ്രാഞ്ച് ആയിട്ട് തിരിയുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ ബ്രാഞ്ചാണ്? അറേബ്യൻ സീ ബ്രാഞ്ചും ഉണ്ട്, പിന്നുള്ളത് ഏതാണ്? ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും ഉണ്ട് അല്ലെ. ഓർമ്മയുണ്ടോ? നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണ് ഇന്ത്യയിലോട്ട് എൻറ്റർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രത്യേക ഷേപ്പ് കാരണം 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്നാമത്തെ പേരെന്താണ്? അറേബ്യൻ സീ ബ്രാഞ്ച്. മറ്റാളുടെ പേരെന്താണ്? ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ആണ്. ഈ അറേബ്യൻ സീ ബ്രാഞ്ച് പോണ വഴിക്ക് എല്ലാം മഴ പെയ്യിപ്പിക്കും. പക്ഷേ രാജസ്ഥാനിലോട്ട് മാത്രം ഈ അറേബ്യൻ സീ ബ്രാഞ്ചിനെ എൻറ്റർ ചെയ്യാൻ പറ്റില്ല. പകരം എന്തുകൊണ്ട് പറ്റാത്തത്? അവിടെ ഒരു വലിയൊരു പർവ്വതം നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന പർവ്വതത്തിന്റെ പേരാണ് ആരവല്ലി മൗണ്ടെയിൻ. അറേബ്യൻ സീ ബ്രാഞ്ച് എൻറ്റർ ചെയ്യാൻ നോക്കുമ്പോൾ വലിയൊരു പർവ്വതം നിൽക്കുകയാണ്. അപ്പൊ എൻറ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് കടന്ന് രാജസ്ഥാനിലോട്ട് പോകാൻ പറ്റുന്നില്ല. പകരം ഈ കാറ്റ് എങ്ങനെ വീശും? പാരലൽ ആയിട്ട് വീശും, സമാന്തരമായിട്ട് വീശി ഇങ്ങ് പോകും. അപ്പൊ അതേപോലെ അറേബ്യൻ സീ ബ്രാഞ്ചിൽ എൻറ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇപ്പുറത്തെ ആള് ശ്രമിക്കുകയാണ്, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് വരുന്ന വഴിക്കും രാജസ്ഥാനിലോട്ട് എൻറ്റർ ചെയ്യാൻ നോക്കി. അപ്പോഴും ഈ പർവ്വതം നിൽക്കുന്നതുകൊണ്ട് അത് ക്രോസ് ചെയ്ത് ആർക്ക് പോകാൻ പറ്റുന്നില്ല? ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിന് പോകാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? അവിടെ ഏത് സ്ഥലത്ത് മഴ കിട്ടുന്നില്ല? രാജസ്ഥാനിൽ മഴ കിട്ടുന്നില്ല. രാജസ്ഥാനിൽ മഴ കിട്ടാതിന്റെ മെയിൻ കാരണം 2 മൺസൂൺ വിൻഡിനെയും ആര് ബ്ലോക്ക് ചെയ്യുന്നു? ആരവല്ലി മൗണ്ടെയിൻ ബ്ലോക്ക് ചെയ്യുന്നു. ഈ 2 മൺസൂൺ കാരണം എല്ലായിടത്തും മഴ കിട്ടുന്നത് അല്ലെ. പക്ഷെ ഈ ഒരു മൗണ്ടെയിൻ അതിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ രാജസ്ഥാനിൽ എന്ത് ലഭിക്കുന്നില്ല എന്നാ പറയുന്നത്? മഴ ലഭിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ പ്ലേസ് എന്തായിട്ട് മാറിയത്? ഒരു ദാർ ഡെസേർട്ട് ആയിട്ട് മാറാനുള്ള മെയിൻ കാരണം. ഓക്കെ, ഇനി ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിന്ന് എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗമാണ് കേട്ടാ. ഇവിടെ നിന്ന് എന്തായാലും ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതായത് ദാർ ഡെസേർട്ടിന്റെ ജോഗ്രഫിക്കൽ ഡിവിഷൻ ആണ്. ദാർ ഡെസേർട്ടിന് എന്താണ്? ജോഗ്രഫിക്കൽ ഡിവിഷൻ. ദാർ ഡെസേർട്ടിനെ 2 എണ്ണമായിട്ട് എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു. ഒന്നാമത്തെ മരുസ്ഥാലി, 2ാമത്തെ എന്താണ്? രാജസ്ഥാൻ ബാഗർ. ഒന്നാമത്തെ എന്താണ്? മരുസ്ഥാലി, 2ാമത്തെ എന്താണ്? രാജസ്ഥാൻ ബാഗർ ആണ്.
അതില് മരുസ്ഥാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടി എന്താണ് സാൻഡി എക്സ്പാൻസ് ആണ്. ഓക്കെ, എന്താന്ന് പറഞ്ഞേക്കുന്നത് സാൻഡി എക്സ്പാൻസ് ആണ്. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? കുറച്ച് ബെഡ് റോക്ക് മീൻസ് പാറകൾ കാണാൻ പറ്റും കേട്ടോ. ബെഡ് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പാറകൾ കാണാൻ പറ്റും. ഇത് കമ്പോസ് ചെയ്തേക്കണ കല്ലുകളുടെ പേര് നീസിസ്, ഷിസ്റ്റ്, ഗ്രാനൈറ്റ്. ഓക്കെ, എന്താണ് നമ്മുടെ സാൻഡി എക്സ്പാൻസ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ഒരുപാട് പാറകൾ ഉണ്ടെന്ന് പറഞ്ഞു. പാറകൾ എന്തുകൊണ്ടൊക്കെയാണ് കമ്പോസ് ചെയ്തേക്കുന്നത്? നീസിസ് പറയുന്നുണ്ട്, ഷിസ്റ്റ് പറയുന്നുണ്ട്, ഗ്രാനൈറ്റ് പറയുന്നുണ്ട്. ഇനി ഇത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താന്ന് നോക്കി. ഇവിടെ നമുക്ക് ഈസ്റ്റേൺ വശമാണെങ്കിൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ വെസ്റ്റേൺ പാർട്ട് ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഷിഫ്റ്റിംഗ് ഡ്യൂൺസ് കാണാൻ പറ്റും. ഓക്കെ, എന്ത് കാണാൻ പറ്റുന്ന പറഞ്ഞേക്കുന്നത്? ഷിഫ്റ്റിംഗ് ഡ്യൂൺസ്, അതായത് മണൽ കൂനകൾ കാണാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ദിറൈൻ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ദിറൈൻ എന്ന് പറയുന്നു. അപ്പൊ മരുസ്ഥാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡി എക്സ്പാൻസ് ആണെന്ന് പറയാം. ബെഡ് റോക്കിന്റെ കാര്യം മെൻഷൻ ചെയ്യണം. ഏതൊക്കെയാണ് കമ്പോസ് ചെയ്തേക്കുന്ന ബെഡ് റോക്സ്? ഏതൊക്കെ റോക്സുകളാണ്? നീസിസ് പറയുന്നുണ്ട്, ഷിസ്റ്റ് പറയുന്നുണ്ട്, ഗ്രാനൈറ്റ് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഷിഫ്റ്റിംഗ് ഡ്യൂൺസ് കാണാൻ പറ്റും. ഏത് ഭാഗത്ത്? ഈ മരുസ്ഥാലിന്റെ വെസ്റ്റേൺ ഭാഗത്തായിട്ട് ഷിഫ്റ്റിംഗ് ഡ്യൂൺസ് കാണാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേര് ദിറൈൻ എന്നാണ്. ദിറൈൻ എന്ന് വിളിക്കുന്നു കേട്ടോ. ഇനി രാജസ്ഥാൻ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരവല്ലി മൗണ്ടൈനിൽ നിന്ന് ഈസ്റ്റേൺ പാർട്ടിലായിട്ട് നമുക്ക് ഏത് കാണാം? ഡെസേർട്ടിന്റെ ഏത് കാണാം? രാജസ്ഥാൻ ബാഗർ കാണാം. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള പ്ലേസ് ആണ്. അത് സെമി എറൈഡ് പ്ലെയിൻ എന്ന് എഴുതണം കേട്ടോ. അപ്പൊ അതിന്റെ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. ഒരു സെമി എറൈഡ് പ്ലെയിൻ ആണ് എന്ന് പറയുന്നത് രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് എന്ത് കാണാം? കുറച്ച് റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യണത് കാണാം. ആരവല്ലി മൗണ്ടൈനിൽ നിന്ന് കുറച്ച് റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യണത് കാണാം. അതായത് എന്താണ്? ഒരു ഫെർട്ടൈൽ പാച്ചസ് ഉണ്ട്. അവിടെ ഉള്ളത് എന്താണ്? ഒരു ഫെർട്ടൈൽ ട്രാക്ട് അല്ലെങ്കിൽ പാച്ചസ് ഉണ്ട്, റോഹി എന്ന് പറയുന്നത്. അവിടെ കുറച്ച് അഗ്രികൾച്ചർ ഒക്കെ പോസിബിൾ ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ റിവർ ലൂണിയുടെ നോർത്ത് വശം മൊത്തം എന്താണ്? മണൽപ്പരപ്പാണ്, സാൻഡി പ്ലെയിൻ ആണ്. അതിനെ വിളിക്കുന്ന പേര് താലി എന്നാണ്. രാജസ്ഥാൻ ബാഗറിൽ പുതിയ 2 പേര് കേട്ടു, രോഹി എന്നും താലി എന്നും. രോഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഫെർട്ടൈൽ ട്രാക്ട് ആണ്. അതായത് എന്താണ്? നമുക്ക് അഗ്രികൾച്ചർ പോസിബിൾ ആകുന്ന ഒരു തുരുത്ത്, കൃഷി സാധ്യമാകുന്ന ഒരു തുരുത്താണ് എന്ന് പറയുന്നത് രോഹി എന്ന് പറയുന്നത്. എന്നാൽ സാൻഡി പ്ലെയിൻ ആണ്. ലൂണി നദിയുടെ നോർത്ത് വശത്തായിട്ടുള്ള ഒരു സാൻഡി പ്ലെയിൻ ആണ് എന്ന് പറയുന്നത് നമ്മുടെ താലി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇത് കഴിഞ്ഞ പ്രാവശ്യവും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 9th ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായ പോർഷൻ ആണ്. ഇപ്രാവശ്യവും അതുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടായിരിക്കണം അത് ഇട്ടിട്ടുണ്ടാവുക കേട്ടോ. നന്നായിട്ട് പഠിക്കുക. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഡിപ്ലേഷനും അബ്രാഷനും സിമ്പിൾ ആണ്. നമ്മൾ ഡെസേർട്ടിലെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് ആലോചിക്കുക. ഡെസേർട്ടിലെ മണ്ണ് എങ്ങനെയാണെന്ന് ആലോചിക്കുക. എങ്ങനെയാണ് ഡെസേർട്ടിലെ മണ്ണ്? ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള വളരെ കട്ടി കുറഞ്ഞ മണ്ണുകളാണ് അല്ലെ. അപ്പൊ അവിടെ ഡിപ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രോങ് വേൾ വിൻഡ് വീശും, ഒരു ചുഴലിക്കാറ്റ് വീശും. അതെന്ത് ചെയ്യുന്ന പറഞ്ഞേക്കണത്? സാൻഡിനെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് കൊണ്ടുപോകും. സ്ട്രോങ് വേൾ വിൻഡ് എന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റ് ഡ്രൈ ആയിട്ടുള്ള മണ്ണുകളെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് കൊണ്ടുപോകും. ആ മറ്റൊരു പ്ലേസിലോട്ട് കൊണ്ടുപോകുന്ന ആ ഇറോഷണൽ പ്രോസസ്സിനെ അല്ലെങ്കിൽ എന്താണ്? ആ മണ്ണിനെ കാറ്റങ്ങൾ കൊണ്ടുപോവുകയാണ് അല്ലെ. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലേഷൻ എന്ന് പറയും. എന്താണ് ഡിപ്ലേഷൻ എന്ന് പറഞ്ഞാല്? സ്ട്രോങ് ആയിട്ടുള്ള വേൾ വിൻഡ്, ചുഴലിക്കാറ്റ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് മണ്ണിനെ കൊണ്ടുപോകുന്നു. ഈ കൊണ്ടുപോകുന്ന ഇറോഷണൽ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലേഷൻ. സപ്പോസ് ഇങ്ങോട്ട് ചിന്തിക്കാം, ഇവിടെ കുറെ മൺതരികൾ കിടക്കുന്നുണ്ട്, നല്ല അതിശക്തമായിട്ടുള്ള കാറ്റ് വീശി. അപ്പൊ ഈ മൺതരികൾ വെയിറ്റ് കുറഞ്ഞ പൊടിയായിട്ടുള്ള മണ്ണാണ് അല്ലെ. ഇവിടെ തന്നെ കിടക്കുമോ? ഒരിക്കലില്ലേ. മണ്ണ് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. മണ്ണിനെ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകും അല്ലെ. ആ കൊണ്ടുപോകുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അബ്രാഷൻ എന്ന് പറഞ്ഞാല് ഇങ്ങനെ കൊണ്ടുപോകുന്ന കാറ്റ്, ഇവിടെ വലിയ പാറകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പാറയുമ്പോ വന്ന് എപ്പോഴും വന്നത് ഒരസും അല്ലെ. ഈ മണ്ണ് വന്നിട്ട് ഈ മൺതരികൾ വന്നിട്ട് എപ്പോഴും വന്ന് കൊണ്ടുപോകാൻ ഇടയിൽ ഇത് ഒരസാൻ തുടങ്ങും. ഒരസി ഈ പാറകൾക്ക് എന്ത് സംഭവിക്കും? വിയർ ആൻഡ് ഡൗൺ സംഭവിക്കും. വിയർ ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? തേയ്മാനം സംഭവിക്കും. എന്ത് സംഭവിക്കുന്നത്? തേയ്മാനം സംഭവിക്കുന്നു. അപ്പൊ ഈ പാറ ഒരഞ്ഞു തീരില്ലേ. അതിനെ വിളിക്കുന്ന പേരാണ് അബ്രാഷൻ. അതിനെന്താ വിളിക്കുന്ന പേര്? അബ്രാഷൻ. ഡിപ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണിനെ കൊണ്ടുപോകുന്ന പ്രോസസ് ആണെങ്കിൽ എന്താണത്?
ഡിപ്ലേഷൻ. ഇങ്ങനെ പാറയിൽ ഒരയാണെങ്കിൽ ഒരസി ആ പാറയ്ക്ക് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാല് അതിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നേ അബ്രാഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഡെസേർട്ടിൽ ഉണ്ടാവുന്ന ലാൻഡ് ഫോംസ്, ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? ഒന്നുണ്ടാവുന്നത് ഡിപ്ലേഷൻ ഹോളോ, രണ്ടാമത് കേവ്, മൂന്നാമത് മഷ്റൂം റോക്ക്, നാലാമത് സാൻഡ് ഡ്യൂൺസ്. അപ്പൊ 4 ലാൻഡ് ഫോംസ് ആണ് ഉണ്ടാവുന്നത്. ഏതൊക്കെ ഉണ്ടാവുന്നത്? ഡിപ്ലേഷൻ ഹോളോ പറയുന്നുണ്ട്, കേവ് പറയുന്നുണ്ട്, മഷ്റൂം റോക്ക് പറയുന്നുണ്ട്, സാൻഡ് ഡ്യൂൺസ് പറയുന്നുണ്ട്. എന്താണ് നോക്കാം. ഇത് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ട്ടാ. ഡിപ്ലേഷൻ ഹോളും നമ്മൾ പറയുമ്പോൾ എന്താണ് ഡിപ്ലേഷൻ എന്ന് ആദ്യം ആലോചിച്ച് നോക്കാം. എന്താണ് ഡിപ്ലേഷൻ? സാൻഡ്, മണൽത്തരികളെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് കൊണ്ടുപോകുന്ന പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത് ഡിപ്ലേഷൻ എന്ന് പറയുന്നത് അല്ലെ. കൊണ്ടുപോകുന്ന ആവശ്യമില്ല, എവിടെ നിന്നാണോ കൊണ്ടുപോകുന്നത് ആ ഏരിയയിൽ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? വലിയൊരു ഹോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് അവിടെ നിന്നാണല്ലോ കുറെ മണ്ണ് കൊണ്ടുപോണത്, അപ്പൊ അവിടെ എന്തുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്? ഒരു ഹോൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അല്ലെ. ഒരു വലിയൊരു ഡിപ്രഷൻ ഉണ്ടാകും. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഗർത്തം ഉണ്ടാകും, അല്ലെങ്കിൽ കുഴി ഉണ്ടാകും. ഇത് ഒരുപാട് നാൾ കഴിയുമ്പോൾ അത് ആ കുഴി എന്താണ്? ആ കുഴിനെ വിളിക്കുന്ന പേര് പിന്നെ എന്താണ്? ഡിപ്ലേഷൻ ഹോളോ എന്നാണ്. അപ്പൊ എന്താണ് ഡിപ്ലേഷൻ ഹോൾ എന്ന് പറഞ്ഞാല്? കാറ്റ് വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കൊണ്ടുപോകുമ്പോൾ ആ വശത്ത് എന്തുണ്ടാകുന്നു? വലിയൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ കുഴി ഉണ്ടാകുന്നു. ആ കുഴിയെ വിളിക്കുന്ന പേരാണ് ഡിപ്ലേഷൻ ഹോളോ എന്ന് പറയുന്നത്. ഇനി ഈ കുഴി ഒരുപാട് നാളുകൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി അവിടെ എന്തായിട്ട് മാറും? വലിയൊരു കുഴിയായിട്ട് മാറും അല്ലെ. അതിനെയാണ് നമ്മൾ പിന്നെ എന്ത് വിളിക്കുന്നത്? കേവ് എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കേവ് അല്ലെങ്കിൽ ഗുഹ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി അവിടെ വലിയൊരു ഗർത്തം ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? കേവ് എന്ന് പറയുന്നത്. 2 ലാൻഡ് ഫോംസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡിപ്ലേഷൻ ഹോളോ പറഞ്ഞു, പിന്നെ പറഞ്ഞത് എന്താ? കേവ് നമ്മൾ പറഞ്ഞു. ഓക്കെ, മഷ്റൂം റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അബ്രാക്ഷൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതായത് ഡിപ്ലേഷൻ വഴി കൊണ്ടുവരുന്ന ഈ മണ്ണ് ഒരു റോക്കിൽ പോയി എപ്പോഴും ഉരസി ആ റോക്കിൽ എന്ത് സംഭവിക്കും? തേയ്മാനം സംഭവിക്കും എന്ന് പറഞ്ഞു. ഈ തേയ്മാനം സംഭവിക്കുന്ന റോക്ക് ഒരു മഷ്റൂം ആകൃതിയിലാണെങ്കിൽ, ഒരു കൂൺ ഷേപ്പിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മഷ്റൂം റോക്ക്. സിമ്പിൾ കോൺസെപ്റ്റ്സ് ആണ്. ഡിപ്ലേഷൻ ആണെങ്കിലും അബ്രേഷൻ ആണെങ്കിലും അതേപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഡിപ്ലേഷൻ ഹോളോ ആണെങ്കിലും കേവ് ആണെങ്കിലും മഷ്റൂം റോക്സ് ആണെങ്കിലും സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. മണ്ണ് കൊണ്ടുപോകുന്നതിന് വിളിക്കുന്ന പേര് ഡിപ്ലേഷൻ. ആ മണ്ണ് കല്ലിൽ തേയ്മാനം സംഭവിച്ച അത് അബ്രേഷൻ. കൊണ്ടുപോകുന്ന വശത്ത് കുഴി ഉണ്ടായി കഴിഞ്ഞാൽ ഡിപ്ലേഷൻ ഹോളോ. കുറെ നാളോളം ഈ ഒരു കുഴി ഉണ്ടായി കഴിയുമ്പോൾ എന്തായിട്ട് മാറും? കേവ് ആയിട്ട് മാറും. ഇനി കല്ലിമ വന്ന് ഉരസി ആ കല്ലിന്റെ ഷേപ്പ് ഒരു മഷ്റൂം, ഒരു കൂണിന്റെ ആകൃതിയിലായി കഴിഞ്ഞാല് ആ റോക്കിനെ പിന്നെ വിളിക്കുന്ന പേരെന്താ? മഷ്റൂം റോക്ക് എന്നാണ് വിളിക്കുന്നത്. സിമ്പിൾ കോൺസെപ്റ്റ്സുകളാണ് ട്ടാ. ഇനി സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കൊണ്ടുപോകുന്ന മണ്ണ് വിൻഡ് എന്ത് ചെയ്യും? എപ്പോഴും ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കോ? എവിടെങ്കിലും കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ. എവിടെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കും. ആ നിക്ഷേപിച്ച് കുന്നുകൂടും. ഗ്രാജുവലി പൈൽ അപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് പല സൈസില് പല ഷേപ്പിൽ ഇങ്ങനെ കുന്നുകൂടാൻ തുടങ്ങും. ആ കുന്നുകൂടുന്ന ലാൻഡ് ഫോമിനെ വിളിക്കുന്ന പേരാണ് സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. ആ കുന്നുകൂടുന്ന ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആവാം. ചിലപ്പോ നേരെ തന്നെ കുന്നുകൂടണമെന്നില്ല, പരന്ന് കുന്നുകൂടാം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആവാം കേട്ടോ. പക്ഷെ ഈ കാറ്റ് കൊണ്ടുവന്ന സംഭവം എവിടെങ്കിലും കൊണ്ടുവന്നിട്ട് അത് പൈലപ്പ് ചെയ്താൽ കുന്നുകൂടി കഴിഞ്ഞാല് അതിന് വിളിക്കുന്ന പേര് പിന്നെ എന്താണ്? സാൻഡ് ഡ്യൂൺസ് എന്നാണ്. ഓക്കെ, ആ സാൻഡ് ഡ്യൂൺസിന്റെ പിക്ചേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. എക്സാമിന് ചിലപ്പോ നിങ്ങൾക്ക് എന്ത് തരാം? പിക്ചേഴ്സ് തരും. പിക്ചേഴ്സ് തന്നിട്ട് എന്ത് പറയും നിങ്ങളുടെ അടുത്ത്? അതിന്റെ ഏത് സാൻഡ് ഡ്യൂൺസ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അതിൽ ഒന്നാമത്തെ സാൻഡ് ഡ്യൂൺ നോക്കിയേ ബർച്ചൻസ് ആണ് അല്ലെ. ബർക്കനുകൾ എന്ന് പറയും ചിലപ്പോ മലയാളത്തില്. ഇതിന് എന്ത് ഷേപ്പാണ്? അവിടെ ഈ മണ്ണ് ഈ കാറ്റ് കൊണ്ടുവന്നിട്ട് ഈ മണ്ണ് ഏത് ഷേപ്പിലാണ് കൊണ്ടുവന്നിട്ടേക്കണത്? ഒരു ക്രെസന്റ് ഷേപ്പിലാണ്, ചന്ദ്രക്കല ആകൃതിയിലാണ് കൊണ്ടുവന്നിടുന്നതെങ്കിൽ അത് ബർക്കനുകളാണ് അല്ലെങ്കിൽ ബർച്ചൻസ് ആണ്. രണ്ടാമത് നോക്കിയ ഈ സാൻഡ് ഡ്യൂൺസ് ഒക്കെ പാരാബോളിക് സാൻഡ് ഡ്യൂൺസ് ആണ്. ഈ മണൽക്കൂല എങ്ങനത്തെയാണ്? പാരാബോളിക് സാൻഡ് ഡ്യൂൺസ് ആണ്. നെക്സ്റ്റ് ഒരു വേവി ലൈക്ക് സ്ട്രക്ചർ ആണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ എന്താണത്? ആ ഡ്യൂണിന്റെ പേര് സീവ് ഡ്യൂൺസ് എന്നാണ്. എന്താണ് പറയുന്നത്? സീവ് ഡ്യൂൺസ് എന്നാണ്.
പിന്നെ ലോങ്ങിറ്റ്യൂഡ് നേർരേഖയിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് പറയാം, ലോങ്ങിറ്റ്യൂണൽ ഡ്യൂൺസ് ആണെന്ന് പറയാം. അതേപോലെ ലീനിയർ സാൻഡ് ഡ്യൂൺസ് വരുന്നുണ്ട്. ഇനി കാറ്റ് പോണ വഴിക്ക് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്ത് പോകണം. കണ്ടാകും ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണെങ്കിൽ ട്രാൻസ്വേഴ്സ് ഡ്യൂൺസ് ആണ്. പേരുകളും അതിന്റെ പിക്ചേഴ്സും നോക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് പിക്ചേഴ്സ് മാത്രം തരും, ഏത് സാൻഡ് ഡ്യൂൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും ട്ടാ. അപ്പൊ ഏതൊക്കെയാണ്, ഒരു ചന്ദ്രക്കല ആകൃതി ആണെങ്കിൽ അത് ബർക്കനുകളാണ്, ബർച്ചൻസ് ആണ്, പാരാബോളിക് സാൻഡ് ഡ്യൂൺസ് ഉണ്ട്, സീഫ് ഡ്യൂൺസ് ഉണ്ട്, ലോങ്ങിറ്റ്യൂണൽ ഡ്യൂൺസ് ഉണ്ട്, ലീനിയർ സാൻഡ് ഡ്യൂൺസ് ഉണ്ട്, അതേപോലെ തന്നെ ട്രാൻസ്വേഴ്സ് സാൻഡ് ഡ്യൂൺസ് ഉണ്ട് ട്ടോ. ഇനി മറ്റൊന്നാണ് ഒയാസിസ്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, മരിപ്പച്ച ഒയാസിസ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് നമ്മുടെ ഡെസേർട്ടില് ഫെർട്ടൈൽ ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ സോഴ്സ് ഉള്ള, ശുദ്ധജലം ലഭിക്കുന്ന, അതിന്റെ പ്രസൻസ് ഉള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള പാച്ചസിനെ വിളിക്കുന്ന പേരാണ്, നിലത്തെ വിളിക്കുന്ന പേരാണ് ഒയാസിസ് എന്ന് പറയും. ശുദ്ധജലം ലഭ്യമാകുന്നതിന്റെ പ്രസൻസ് വേണം, അത് ലഭ്യമാകുന്ന ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ്, എവിടത്തെ ഡെസേർട്ടിൽ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡിനെ വിളിക്കുന്ന പേരാണ് ഒയാസിസ്. മെയിൻ പോയിന്റ് അവിടെ എന്തിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും, ഫ്രഷ് വാട്ടർ സോഴ്സിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. ഫ്രഷ് വാട്ടർ സോഴ്സിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അതിന്റെ പ്രസൻസിൽ ഉള്ള ഫെർട്ടൈൽ പാച്ചസിനെ വിളിക്കുന്ന പേരാണ് ഒയാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊന്നാണ് ക്ലൈമറ്റ്. എന്ത് ക്ലൈമറ്റ്? നിങ്ങൾ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പ്ലെയിൻസ് പ്ലാറ്റ്യൂസ് ഒക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ഏതിന്റെ ക്ലൈമറ്റ് ആണ്, ഡെസേർട്ടിന്റെ ക്ലൈമറ്റ് ആണ്. ഡെസേർട്ടിന്റെ ക്ലൈമറ്റ് ആദ്യം സമ്മർ ആണ് പറയുന്നത്. സമ്മർ ആരംഭിക്കുന്നത് ഡെസേർട്ടിലും മാർച്ചിലും, അത് എൻഡ് ചെയ്യണത് ജൂണിലുമാണ്. ഓക്കെ, ഡെസേർട്ടിലെ സമ്മർ ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞേക്കുന്നത്, മാർച്ചിലാണ്. പിന്നെ എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്, ജൂണിലാണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനിയും ഈ രാജസ്ഥാന്റെ വെസ്റ്റേൺ വശത്ത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ജയ്സൽമേറിലൊക്കെ ഡേ ടൈമിൽ ഭയങ്കര ടെമ്പറേച്ചർ ഫീൽ ചെയ്യും. 45 ഡിഗ്രി സെൽഷ്യസോളം ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. എത്ര പറഞ്ഞിട്ടുണ്ട്, 45 ഡിഗ്രി സെൽഷ്യസോളം ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. എന്നാൽ ഹ്യൂമിഡിറ്റി അവിടെ ഭയങ്കര കുറവായിരിക്കും. ഈ സ്ഥലത്ത് വീശുന്ന ഒരു ഹോട്ട് വിൻഡ് ആണ് ലൂ. ലൂ എന്ന് പറയുന്ന കാറ്റ്, ഈ കാറ്റ് ഡസ്റ്റ് വിൻഡ് ആണ്, പൊടിപടലങ്ങൾ നിറഞ്ഞ കാറ്റാണ്. ഇത് ഈ ഒരു സീസണിന്റെ മെയിൻ ഫീച്ചർ ആണ്. ഇത്ര ഉള്ളു പഠിക്കാം. എന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്ന് എൻഡ് ചെയ്തു, ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത് എവിടെയാണ്, അതേപോലെ ഈ സമയത്ത് വീശുന്ന കാറ്റ് ഏതാണ്, ഇത്രയും പഠിക്കാനുള്ളൂ സമ്മറിൽ. സമ്മറിൽ എന്ത് പറഞ്ഞു, മാർച്ചിൽ ആരംഭിച്ച ജൂണിൽ എൻഡ് ചെയ്തു. ടെമ്പറേച്ചർ എത്രയാ വന്നേക്കുന്നത്, 45 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ വന്നിരിക്കുന്നത്. ഹ്യൂമിഡിറ്റി അവിടെ കുറവാണെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഒക്കെ അനുഭവപ്പെടുന്ന ജയ്സൽമേറിലാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മളിവിടെ വീശുന്ന കാറ്റിന്റെ പേര് പറഞ്ഞു. കാറ്റിന്റെ പേര് എന്താണ്, ലൂ ആണ്. ലൂ ഒരു ഡസ്റ്റ് വിൻഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് റെയിനി സീസൺ. റെയിനി സീസൺ ആരംഭിക്കുന്നത് ജൂലൈയിലാണ്, എൻഡ് ചെയ്യണത് എപ്പോഴാണ്, സെപ്റ്റംബറിലാണ് എൻഡ് ചെയ്യുന്നത് കേട്ടാ. ജൂലൈയിൽ ആരംഭിച്ചത് എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്, സെപ്റ്റംബറിലാണ്. ഈ റീജിയനിൽ ആനുവൽ റെയിൻഫാൾ എന്തായിരിക്കും, മഴ അത്യാവശ്യം എന്തായിരിക്കും പറഞ്ഞേക്കുന്നത്, കുറവാണ്. കാരണം ഡെസേർട്ടില്ലേ, ഡെസേർട്ടിൽ എന്ത് കുറവായിരിക്കും, എപ്പോഴും മഴ കുറവാണ് അല്ലേ. 25 സെന്റിമീറ്ററിനെക്കാളും കുറവൊക്കെയാണ് മഴ അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത് കേട്ടാ. 25 സെന്റിമീറ്ററിനെക്കാളൊക്കെ മഴ അവിടെ കുറവാണ് അനുഭവപ്പെടുന്നത്. വിന്റർ എന്ന് പറയുമ്പോൾ ഡിസംബറിൽ ആരംഭിച്ച് ഫെബ്രുവരിയിലാണ് കഴിയുന്നത്. ഈ സമയത്ത് ഭയങ്കര സ്കൈ ഒക്കെ ഭയങ്കര ക്ലിയർ ആയിരിക്കും, ഹ്യൂമിഡിറ്റി ഭയങ്കര കുറവായിരിക്കും. അതേപോലെ തന്നെ ജെന്റിൽ ബ്രീസ്, ഇളം കാറ്റുകളായിരിക്കും വീശ. ടെമ്പറേച്ചർ കൊണ്ട് 5 ഡിഗ്രി സെൽഷ്യസ് മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും ടെമ്പറേച്ചർ. ചിലപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിനെക്കാളും ടെമ്പറേച്ചർ കുറയാറുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്ട്രീം ആയിട്ട് കോൾഡ് അനുഭവപ്പെടുന്ന ജനുവരിയിലാണ്. ഈ വിന്റർ പക്ഷെ എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്, ഫെബ്രുവരിയിലാണ്. ഡിസംബറിൽ ആരംഭിക്കും, ഫെബ്രുവരിയിൽ എൻഡ് ചെയ്യുന്ന പറയുന്നുണ്ട്. ഈ സമയത്ത് സ്കൈ ഒക്കെ ഭയങ്കര ക്ലിയർ ആയിരിക്കും, ജെന്റിൽ ആയിട്ടുള്ള ബ്രീസ് ആയിരിക്കും, കാറ്റായിരിക്കും. അതേപോലെ തന്നെ എക്സ്ട്രീം കോൾഡ് അനുഭവപ്പെടുന്ന ജനുവരിയിലാണ്. സ്റ്റാർട്ട് ചെയ്ത് ഡിസംബറിലാണെങ്കിലും എക്സ്ട്രീം കോൾഡ് അനുഭവപ്പെടുന്ന ജനുവരിയിലും എൻഡ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞേക്കുന്നത്, ഫെബ്രുവരിയിലുമാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിക്കുക, വളരെ നമ്മുടെ ലാംഗ്വേജ് കൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പോലെയല്ല, ജസ്റ്റ് അർത്ഥം മനസ്സിലാക്കി ക്ലാസ് കണ്ടിട്ട് നമ്മുടെ ലാംഗ്വേജിൽ എഴുതാൻ പറ്റുന്നതാണ്. ഇതിൽ ചോദിക്കാൻ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടിന്റെ 4 ബൗണ്ടറീസ് ചോദിച്ചേക്കാം. അതേപോലെ തന്നെ ജോഗ്രഫിക്കലി അതിന്റെ ഡിവിഷൻ മരിസ്ഥാനും രാജസ്ഥാൻ ഭാഗങ്ങളും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ ഈ ക്ലൈമറ്റ് ചോദിക്കാനും ചാൻസ് കൂടുതലാണ്. സാൻഡ് ഡ്യൂൺസിന്റെ പല ടൈപ്സ് ആ പിക്ചേഴ്സ് നോക്കി വെക്കണം. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഡിപ്ലേഷൻ, അബ്രാഷൻ ഏതൊക്കെയാണ്, പിന്നെ ഡിപ്ലേഷൻ ഹോളോ, പിന്നെ ഏതാ
മഷ്റൂം റോക്സ്, അതെല്ലാം നോക്കാം. കേവ്സ് അതും കൂടി നോക്കി വെക്കാം. താങ്ക് യു.